പുന്നപ്രയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഈ വിലാപയാത്ര കടന്നു വന്ന പല സമയങ്ങളിലും ഒക്കെ തന്നെ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയെ ഒന്നും തോൽപ്പിക്കാൻ ഈ പ്രവർത്തകരുടെ ആവേശത്തിന് ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഈ വിലാപയാത്ര തുടങ്ങി 2:26 മുതൽ VS ഈ പുന്നപ്രയിലേക്ക് എത്തിയ, ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തിയ ആ നിമിഷം വരെ പ്രവർത്തകർ VSനൊപ്പം ഉണ്ടായിരുന്നു. VSന്റെ എല്ലാമായി അവർക്കെല്ലാമായി പ്രവർത്തകർക്കൊപ്പം VS ഉണ്ടായിരുന്നു. അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. പെയ്തൊഴിയാതെ മഴ ഇങ്ങനെ വിട്ടുമാറാതെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആളുകൾ ഇവിടുന്ന് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. പല ഇടങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിന്റെ ഓരോ മലയാളികളും ഇവിടെ എത്തി VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പോയി. ഇപ്പോൾ ഇവിടെ അനുശോചന സമ്മേളനം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ സംസാരിക്കുന്നു. അതിനെ ശ്രമിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരെ കാണാം. നമുക്ക് അതേ സമയത്ത് ഇവിടെ ഇപ്പോഴും VSനായിട്ട് ഇൻക്ലാബ് വിളികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സഖാക്കളെ, പാർട്ടി പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മുദ്രാവാക്യം വിളികൾ അത് തുടരുകയാണ്. ഇപ്പോൾ ആ മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉയരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് അടുത്ത തലമുറയിലേക്ക്, അടുത്ത ആളുകളിലേക്ക് പകരുന്ന പോരാട്ട വീര്യത്തിന്റേത് കൂടിയാണ്. അങ്ങനെ സഖാവ് VS മടങ്ങിയിരിക്കുന്നു. VS ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയേണ്ട സമയമാകുന്നു. തീർച്ചയായും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഈ മഴ എന്ന് പറയുന്നത് പ്രകൃതി പോലും VSന്റെ യാത്രയിൽ, ആ മടക്കയാത്രയിൽ പ്രകൃതി പോലും VSനൊപ്പം കണ്ണീരണിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം VSന്റെ പല പ്രവർത്തനങ്ങളും, VSന്റെ പല യാത്രകളും, അത് വാഗമണിലാകട്ടെ, മതികെട്ടാനിലാകട്ടെ, മൂന്നാറിലാകട്ടെ, പല യാത്രകളും പ്രകൃതിക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു. സ്വാഭാവികമായും പ്രകൃതിക്ക് VSന്റെ ഈ മടക്കയാത്രയിൽ സ്വാഭാവികമായും യാത്ര പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു മഴ, ആ തരത്തിലൊരു മഴയായിരുന്നു രാത്രിയിൽ ഈ പുന്നപ്രയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ പലരും ഈ ഭാഗത്തേക്കൊക്കെ തന്നെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അവർ മുഷ്ടി ചുരുട്ടി കണ്ടമിടറി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കണ്ണേ കേരള VS എന്ന് മുദ്രാവാക്യം ഇപ്പോഴും അവർ അങ്ങനെ വിളിക്കുന്നുണ്ട്. അവർ കയ്യൂരും കരിവള്ളൂരും ഒക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം പ്രവർത്തകർ ഇപ്പോഴും ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഊർജ്ജമായി VS ഇനിയും അവർക്ക് മുന്നിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ആ തരത്തിൽ VS പല തലമുറകളെ പല കാലങ്ങളിൽ പല സമയങ്ങളിലൊക്കെ തന്നെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കണ്ട കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ട തരത്തിലുള്ള ഒരു വലിയൊരു വിലാപയാത്ര, കേരളം കണ്ടതിൽ ഒരു വിലാപയാത്രകളിൽ ഏറ്റവും വലിയൊരു വിലാപയാത്ര VSന് കേരളം സമ്മാനിച്ചത്. എന്തായാലും ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഈ ചിത കാണുന്നതിന് വേണ്ടി, VSനെ കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയ ആളുകൾ പലരും ഇതുവരെയും വിട്ടുപോകാതെ ഇപ്പോഴും ഇവിടെ നിന്ന് കണ്ടമിടറി മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെ ആ മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. അത്രമേൽ വൈകാരികമായിട്ടുള്ള യാത്രയപ്പിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര നമ്മൾ കണ്ടു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയ ഒരു യാത്രയപ്പാണ്, കേരളം കണ്ട യാത്രയപ്പാണ്. ഇവിടെ വലിയ ചുടുകാടിൽ തന്റെ പ്രിയ സഖാക്കൾക്കൊപ്പം, തന്റെ രക്തസാക്ഷികൾക്കൊപ്പം പുന്നപ്ര വയലാറിന്റെ സമരനായകനും, ആ സമരത്തിന് നേതൃത്വം നൽകിയ സമരനായകനും ഇവിടെ ഈ മണ്ണിനോട് ചേർത്ത് VSും അങ്ങനെ ചിതയായി കത്തിയമരുകയാണ്. VS എന്നുള്ള ഒരു നക്ഷത്രമായി, സൂര്യനക്ഷത്രമായി, വിപ്ലവ നക്ഷത്രമായി VS മാറുകയാണ്. ഇവിടെ ഇപ്പോഴും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദ്ദേഹത്തിനെ വിട്ടുപോകാനാകുന്നില്ല. കത്തിത്തീരും വരെ അദ്ദേഹത്തിന് ഒപ്പം തന്നെ നിൽക്കുകയാണ് പ്രവർത്തകരൊക്കെ തന്നെയും. അവരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ചിത എരിഞ്ഞു തീരും വരെ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നുള്ളതാകണം. VSനെ ഇട്ടേച്ച് പോകാൻ, VSനെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ധീരാ ധീരാ സഖാവേ, വീരാ സഖാവേ എന്നുള്ള മുദ്രാവാക്യം വിളികളാണ് നമ്മൾ ഈ വലിയ ചുടുകാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം VSന്റെ മരണവാർത്ത കേട്ട ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാണ്. വികാരനിർഭരമായ കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്നൊക്കെയാ? എറണാകുളം. ഉള്ളിലുണ്ടല്ലേ? ഉള്ളിയുണ്ട്. VSന്റെ നാട്ടിൽ നയിച്ചവരെ
ഉണ്ടായിരുന്നു വിലാപയാത്ര കൂടെ ഉണ്ടായിരുന്നു. വിലാപനം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റ സഖാവാണ് ഞങ്ങളുടെ തീരെ സഖാവ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തീരെ സഖാവേ പുന്നപ്പറയുടെ പടിമുത്ത, പുന്നപ്പറയുടെ മുത്താണ് രാഷ്ട്രീയ മേഖല. അതായത് ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനാണ്. കാർഷിക മേഖലയിൽ താങ്ങുവില എന്ന് പറയുന്ന ഒരു നെല്ലിന്റെ ഉൽപാദനത്തിന് താങ്ങുവില അത് VS-ന്റെ ഭരണകാലത്ത് ഉണ്ടായത്. ഒരുപാട് കാർഷിക മേഖലയിൽ കൈതാങ്ങിയ ഞങ്ങളുടെ ധീരസഖാവ ഈ അനുശോചനമല്ല, ഇതാ ഞങ്ങൾക്ക് വലുത്. ഇത് എരിഞ്ഞടങ്ങുന്നവരെ ഞങ്ങളിവിടെ കാണും. ഈ രക്തം തീരുന്നവരെ ഇതെരിഞ്ഞടങ്ങും. അതുവരെ ചെങ്കൊടി താക്കത്തില്ല. ഇതെരിഞ്ഞടങ്ങുമ്പോൾ ഞങ്ങൾ ചെങ്കൊടിയും താഴും. അതാണ് ഞങ്ങളുടെ സഖാവ്. ധീരസഖാവാണ് VS. ഇങ്ങനെ തന്നെയാണ് കാലങ്ങളിൽ പലതരത്തിലൊക്കെ തന്നെ VS അവരുടെ ജീവിതത്തെ തന്നെ തൊട്ടിട്ടുണ്ട്. ആ തൊടുന്നതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണമായി ഇപ്പോൾ നിന്നോട് എങ്ങനെ ഓർത്തെടുക്കുന്നത്? VS-നെ ഓർത്തെടുക്കാൻ ഒരുപാട് അനുഭവങ്ങളാണ് VS-നെ ഓർത്തെടുക്കാനുള്ളത്. കാര്യം ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരടക്കം നാട്ടിന് ആവേശമാണ്. സാധാരണ പ്രവർത്തകരെ കണ്ടെത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനമേകുക, നാട്ടിലൊരു മഹാപർവം എന്ന് പറയാം, മഹാപർവം, മഹാനായകൻ ഇതുപോലൊരു VS ഇനി ഈ കേരളത്തിൽ ഉണ്ടാവില്ല. ഞങ്ങള് കാട്ടാക്കട ഇന്നലെ മുതൽ വന്നതാണ്. ഇന്നലെ മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾക്ക് പോകാൻ തന്നെ മനസ്സ് വരുന്നില്ല. ആ തരത്തിലുള്ള ആവേശമാണ് VS എന്ന് പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ മുന്നിലോട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ VS ഊർജ്ജമായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു വിടവ് തന്നെയാണ്. ആ കുറവ് നികത്താൻ കൂട്ടായി പരിശ്രമിക്കുന്ന നേതാക്കൾ പറഞ്ഞതുപോലെ VS ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവാതെ VS-ന്റെ ആഗ്രഹമനുസരിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടായി VS ഒരു ഊർജ്ജമായി പ്രവർത്തകരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളത് അവർ തന്നെ പറയുകയാണ്. VS ഒരു ഊർജ്ജമായി, ഒരു സമരജ്വാലയായി അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്നത് VS പ്രവർത്തകർ തന്നെ പലരും പറയുന്നുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ എവിടുന്ന? മൂവാറ്റുപുഴ കാണാൻ വേണ്ടി വന്നു. വിലാപയാത്രയിലൊക്കെ ഉണ്ടായിരുന്നോ? വിലാപയാത്രയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ കളർ പുന്നപ്പറക്കാരാ. ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ. വൈകാരിക ബന്ധമുണ്ട്. വൈകാരികമായ നമ്മൾ കാസർഗോഡ് വരുന്നതാണ്. 2 ദിവസം വരെ വന്നതാണ്. VS അത്ര ഇഷ്ടമാണ്. കാസർഗോഡ് നിന്ന് വരുന്നതാണ്. കാസർഗോഡ് കാസർഗോഡ് അത്ര ഇഷ്ടപ്പെട്ടോണ്ട് വന്നതാണ്. ഇന്ന് എപ്പോഴും എത്തിയേ? നമ്മളെ 3 ദിവസം വരെ വന്നിരുന്നു. മിനിയാന്നേ വന്നു. റൂമെടുത്തിടുന്നത്. ഇങ്ങനെ കാസർഗോഡെന്നും കോഴിക്കോടെന്നും കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തിയ കുറെ പുരുഷാരം ഇപ്പോഴും ഈ പുന്നപ്പറയ്ക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽപ്പുണ്ട്. അവർ എത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടിയാണ്. അവരെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ വേണ്ടിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനം ഒരു നോക്ക് കണ്ട് കണ്ണേക്കറിലെ VS എന്ന് മുദ്രാവാക്യം വിളിക്കാൻ, കണ്ടമിടറി മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി എത്തിയ ഒരുപാട് പേര് ഇപ്പോഴും ഈ മേഖലയിലുണ്ട്.